ഹലോ ഗേയ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ എല്ലാവർക്കും എന്നോട് വിശേഷം, സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഞാനൊരു ചെറിയ കുറച്ച് പ്രോഡക്റ്റ്സ് വെച്ചുള്ള ചെറിയൊരു സിമ്പിൾ മേക്കപ്പ് ലുക്ക്. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ ഞാൻ ആദ്യം തന്നെ ലിപ് ബാം ഇട്ടിട്ടുണ്ട്. അതിനു മുമ്പ് ഞാൻ ഫേസ് നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. അതിൻ്റെ മുടി ഒന്ന് കെട്ടി വെച്ചു, കാരണം മുടി ഒന്ന് ഫ്രണ്ടിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയില്ല. നമ്മളൊരു മേക്കപ്പ് ലുക്ക് അല്ലേ ചെയ്യുന്നത്, അപ്പം എനിക്കിങ്ങനെ മുടിയൊക്കെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഭയങ്കര അസ്വസ്ഥതയെ ചെയ്യാൻ വേണ്ടിയില്ല. അപ്പം ഞാൻ മുടിയൊക്കെ ഒന്ന് കെട്ടി വെച്ചു. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ ഞാൻ ആദ്യമായിട്ട് ഇടാൻ പോകുന്നത് മോയ്സ്ചറൈസറാണ്. ഞാൻ ഉപയോഗിക്കുന്നത് ലാക്മേയുടെ മോയ്സ്ചറൈസറാണ്. യൂഷ്വലി ഞാൻ പല മോയ്സ്ചറൈസറും ഉപയോഗിക്കാറുണ്ട്, പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സെറ്റാഫിലാണ്. പക്ഷേ ഇതിപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് ഇതങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചു. സോ ഞാൻ ലാക്മേയുടെ മോയ്സ്ചറൈസർ ആണ് ആദ്യമേ ഫേസിൽ ചെയ്യുന്നത്. അതായത് ഞാൻ ഇതിപ്പോൾ എൻ്റെ രീതിയാണ് കാണിക്കുന്നത്. പലർക്കും പല രീതിയായിരിക്കും. ഞാൻ പ്രൊഫഷണൽ മേക്കപ്പ് ഒന്നും ചെയ്യുന്ന ആളല്ല. സോ ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ എങ്ങനെ ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്ക് ചെയ്യാമെന്നാണ് കാണിച്ചു തരുന്നത്. സോ ഞാൻ ആദ്യമേ മോയ്സ്ചറൈസർ എടുത്ത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുവാണ്. എനിക്ക് എപ്പോഴും ഇഷ്ടം കൈ യൂസ് ചെയ്യാനാണ്. അതായത് ഈ മേക്കപ്പ് ബ്രഷിനെക്കാളും, പക്ഷേ മേക്കപ്പ് ബ്രഷും ചിലപ്പോൾ യൂസ് ചെയ്യും. കൂടുതലായിട്ട് സ്പഞ്ചാണ് എനിക്കിഷ്ടം. ഞാൻ ഈ മോയ്സ്ചറൈസർ കഴുത്തേലും ഇട്ട് കൊടുക്കും കേട്ടോ, കാരണം എനിക്ക് കഴുത്തേലും ഇടുന്നത് ഇഷ്ടമാണ്. സോ ഞാൻ അങ്ങനെ മോയ്സ്ചറൈസർ ഇട്ടു. ഇപ്പോൾ ഇതൊക്കെ ഒന്ന് തുടച്ച് സെറ്റാക്കാം. അങ്ങനെ എല്ലായിടത്തും നമ്മൾ തുടച്ച് ഇങ്ങനെ സെറ്റാക്കുക. അങ്ങനെ ഞാൻ മോയ്സ്ചറൈസർ ഇട്ടു. മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ സൺസ്ക്രീൻ ഉപയോഗിക്കും. ഞാൻ ഉപയോഗിക്കുന്നത് അനു എ എന്ന് പറയുന്ന ഒരു സൺസ്ക്രീനാണ്. അതിൻ്റെ പ്രൊണൗൺസിയേഷൻ ശരിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ അങ്ങനെയാണ് പറയുന്നത്, SPF 50. സോ ഞാൻ മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞിട്ട് സൺസ്ക്രീൻ ഇട്ട് കൊടുക്കും. അപ്പോൾ നമുക്ക് സൺസ്ക്രീൻ ഇടാം. അപ്പം ഞാനിങ്ങനെ സൺസ്ക്രീൻ എടുത്ത്, ഞാൻ പറഞ്ഞില്ല ഞാൻ എല്ലാം കൈവച്ചാണ് ചെയ്യുന്നത്. എനിക്ക് കൈവച്ചിടുന്നതാണ് മെയിനായിട്ട് ഇഷ്ടം. സോ ഞാനിങ്ങനെ സൺസ്ക്രീൻ ഇട്ട് കൊടുക്കുകയാണ്. സൺസ്ക്രീൻ ഇടുന്നത് ഏറ്റവും നല്ലതാണ്. സത്യം പറഞ്ഞാൽ നമുക്കിപ്പം മഴയാണെങ്കിലും മഞ്ഞാണെങ്കിലും ഇപ്പം വെയിലില്ലെങ്കിലും സൺസ്ക്രീൻ ഇടുന്നത് നല്ലതാണ്. അങ്ങനെയാണ് ഞാനിങ്ങനെ എൻ്റെ മമ്മി ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടപ്പം പറഞ്ഞത്. സോ അപ്പോൾ നമ്മൾ സൺസ്ക്രീൻ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഞാനെല്ലാം കൈകൊണ്ടാണ്. അത് ഓൾറെഡി ഞാൻ പറഞ്ഞു, ഞാനിപ്പം 2-3 പ്രാവശ്യമായിട്ട് ഇത് തന്നെ പറയുന്നു. സൺസ്ക്രീൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഈ സൺസ്ക്രീൻ അത്യാവശ്യം ഞാൻ കുറച്ച് നാളായി ഞാനിപ്പം യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 1 മാസമാണ്. ഇതിപ്പം നമ്മളിങ്ങനെ തേക്കുമ്പോൾ നമുക്കൊരു വൈറ്റ് കാസ്റ്റ് പോലെ ഫീൽ ചെയ്യും. പക്ഷേ നമുക്ക് അത് തേക്കുമ്പോൾ നമുക്ക് തോന്നുന്നതാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ആ വൈറ്റ് കാസ്റ്റ് അങ്ങ് പോകും. അതായത് സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് അത് നന്നായിട്ട് തേക്കുമ്പം അതങ്ങ് മാറും. വേണ്ട, സോ സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞു. ഇനി ഞാൻ ഉപയോഗിക്കുന്നത് BB ക്രീമാണ്. BB ക്രീം കുറച്ച് ഞാൻ കയ്യിലെടുത്ത് ഇങ്ങനെ ഓൾറെഡി വെച്ചിട്ടുണ്ട്. ഞാൻ പണ്ട് കോളേജിൽ പഠിക്കുന്ന കാലത്തൊക്കെ ഞാൻ ഫൗണ്ടേഷൻ ഉപയോഗിക്കാമായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെ ഫൗണ്ടേഷൻ തീരെ ഉപയോഗിക്കലില്ല. ഈവൻ എന്തെങ്കിലും ഫങ്ഷൻ ഉണ്ടെങ്കിൽ പോലും ഞാൻ ഫൗണ്ടേഷൻ അത്ര താല്പര്യമല്ല. എനിക്കിഷ്ടം BB ക്രീം തന്നെയാണ്. കാരണം അതും അത്യാവശ്യം കവറേജ് തരുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്ക് തരുന്നുണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ ഒരു BB ക്രീം ഫാൻ ഗേളായിട്ട് മാറിയേക്കുവാണ് ഫൗണ്ടേഷനേക്കാളും. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ചെയ്യാം. ഞാനിപ്പം എൻ്റെ ഒരു രീതി കാണിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുന്നത് BB ക്രീമാണ്. ഞാൻ BB ക്രീമും മുഖത്ത് ഇങ്ങനെ ഇട്ട് കൊടുത്ത് കൈ വെച്ച് തന്നെയാണ് ഞാൻ ബ്ലെൻഡും ചെയ്യുന്നത്. നമ്മൾ BB ക്രീം ഇടുമ്പോഴും കഴുത്തിലും കൂടെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കഴുത്തിലും ഫേസിലും ഉള്ള കളർ വ്യത്യാസം നമുക്ക് മനസ്സിലാവും. സോ നമ്മൾ എന്തിടുമ്പോഴും കഴുത്തിലും കൂടെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. സോ ഇങ്ങനെ നമ്മൾ BB ക്രീമും കൂടെ തേച്ച് പിടിപ്പിക്കുക. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്മളിങ്ങനെ BB ക്രീമും കൂടെ ഇങ്ങനെ തേച്ച് ഫേസ് പിടിപ്പിക്കുക. ഇപ്പം തന്നെ ചെറിയൊരു മാറ്റം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം.
സോ നമ്മളങ്ങനെ BB ക്രീമും തേച്ച് പിടിപ്പിച്ചു. സോ BB ക്രീം ഇട്ടപ്പോൾ തന്നെ മുഖത്തിനൊരു ചെറിയ ബ്രൈറ്റ്നെസ് വന്നതുപോലെ തോന്നുന്നില്ല നിങ്ങൾക്ക്? സോ BB ക്രീം ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐലൈനറാണ്. ഞാൻ ഉപയോഗിക്കുന്നത് ഡാസ്ലറിൻ്റെ ഐലൈനറാണ്. സോ പണ്ടൊക്കെ ഞാൻ ഐ പെൻസിൽ ഉപയോഗിക്കുമായിരുന്നു. ഐ പെൻസിലാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം. പക്ഷേ എൻ്റെ ഐ പെൻസിൽ ഇങ്ങനെ ഒടിഞ്ഞു പോയി. അപ്പം അത് എഴുതി അതിൻ്റെ ആ ഭാഗം ഒടിഞ്ഞു പോയി. അപ്പം ഞാനിപ്പം എൻ്റെ കയ്യിൽ ഐലൈനർ ഉണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ രണ്ടും സ്റ്റോക്കുണ്ട്. പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ ആ മറ്റേ ഐ പെൻസിലിൻ്റെ സ്റ്റോക്ക് തീർന്നു. അപ്പം പിന്നെ ഞാൻ ഡാസ്ലറിൻ്റെ ഐലൈനർ ഉപയോഗിക്കുന്നു. പണ്ട് എനിക്കറിയത്തില്ല, കോളേജിൽ പഠിക്കുന്ന കാലത്തൊക്കെ, കോളേജിലല്ല സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്, സോ അങ്ങനെ ഞാൻ കണ്ണെഴുതി. ഞാൻ കണ്ണിൻ്റെ മുകളിൽ മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഞാൻ താഴെയും എഴുതുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഇപ്പം ഞാൻ കണ്ണിൻ്റെ മുകളിൽ മാത്രമേ എഴുതുന്നുള്ളൂ. സോ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇങ്ങനെ മേക്കപ്പ് ഒന്നും ഇടാൻ അങ്ങനെ സമ്മതിക്കത്തില്ലല്ലോ. അപ്പം ഇങ്ങനെ മേക്കപ്പ് ഇടുന്നവനെയൊന്നും സ്കൂളിലെ ടീച്ചേഴ്സിന് അത്ര വലിയ താല്പര്യം കാണത്തില്ല. സോ അങ്ങനെ ഒരു കുട്ടിയായിരുന്നു ഞാനും. താല്പര്യം എന്നല്ല, ഞാൻ അങ്ങനെ മേക്കപ്പ് ഇടുമെന്നല്ല, നമ്മളെങ്ങാനും ഒരുങ്ങിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പറയും, ഓ ദേ അവൾ ആണുങ്ങളെ കാണിക്കാൻ വന്നു, മേക്കപ്പ് ഇട്ട് വന്നു, അങ്ങനെ പറയും. പക്ഷെ ഇപ്പോൾ അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഞാനിത് പറയാൻ കാരണം, ഞാൻ ലക്ഷ്മി മധുകുമാർ എന്ന് പറയുന്ന ഒരു കൊച്ചുണ്ട്. ആ കൊച്ചിൻ്റെ യൂട്യൂബ് വീഡിയോ നിങ്ങളും കാണുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത്. അത്യാവശ്യം നല്ല കണ്ടൻറ്റൊക്കെയുള്ള വീഡിയോ ആണ്. അപ്പോൾ ആ കൊച്ചിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ആ കൊച്ചിൻ്റെ ഒരു പണ്ടത്തെ എക്സ്പീരിയൻസ് പറഞ്ഞു. പണ്ടാ കൊച്ച് സ്കൂളിൽ പോയപ്പോൾ അങ്ങനെ ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ടിരുന്നപ്പം ടീച്ചർ ചോദിച്ചെന്ന് ആണുങ്ങളെ കാണിക്കാൻ വേണ്ടിയാണോ? അങ്ങനെയൊക്കെ എനിക്കും ആ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ആണുങ്ങളെ കാണിക്കാനൊന്നുമല്ല, ടീച്ചർ ഇങ്ങനെ ക്ലാസ്സിൽ എന്തെങ്കിലുമൊക്കെ ഓരോരുത്തരെ പറ്റി പറയും. പക്ഷേ അത് എല്ലാവരും ഇരിക്കുമ്പോഴാണ് പറയുന്നത്. പക്ഷേ പുള്ളിക്കാരിയുടെ ഒരു ഇതെന്ന് വെച്ചാൽ, പുള്ളിക്കാരി ആ പറയുന്ന പർട്ടിക്കുലർ പേഴ്സണുമായിട്ട് ഐ കോണ്ടാക്റ്റ് വെക്കും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും നമ്മളെ പറ്റിയാണ് പറയുന്നതെന്നും. അപ്പം എന്നെ ഇങ്ങനെ പണ്ടിങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ട്, ചിലർക്കൊക്കെ സുന്ദരിയാന്നുള്ളൊരു ഭാവമുണ്ട്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്നിട്ട് ആ ടീച്ചർ എന്നെ തന്നെ ഇങ്ങനെ നോക്കി. അപ്പം എല്ലാവർക്കും തന്നെ മനസ്സിലായി അതെന്നെ പറ്റി പറഞ്ഞാന്ന്. അങ്ങനെ പല ചിലരൊക്കെ ബോഡി ഷെയിമൊക്കെ ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് ആ സമയത്ത്. അപ്പം എനിക്കിപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇങ്ങനെ മേക്കപ്പിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് പെട്ടെന്ന് അത് ഓർമ്മ വന്നു. ലക്ഷ്മി മധുകുമാറിൻ്റെ വീഡിയോ ഓർമ്മ വന്നു. അപ്പോൾ ആ കൊച്ചിന് അതൊരു ട്രോമ ആണെന്ന് ആ കൊച്ച് ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് അത് ഞാനുമായിട്ട് ഇങ്ങനെ റിലേറ്റ് ചെയ്തു. അപ്പം ഞാൻ ജസ്റ്റ് ചുമ്മാ ഈ വീഡിയോയിൽ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ലക്ഷ്മി മധുകുമാർ ഈ വീഡിയോ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാനും അങ്ങനത്തെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ബേസിക്കലി ഒരുപാട് പേര് അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്തിട്ടുള്ളവർ കമൻറ്റ് ബിലോ. ഓക്കെ. അപ്പം പക്ഷെ അത് കഴിഞ്ഞിട്ട് കോളേജിലൊന്നും പഠിക്കുമ്പോൾ എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. കോളേജൊക്കെ ഓക്കെ ആയിരുന്നു. ഞങ്ങൾക്ക് അങ്ങനെ മേക്കപ്പ് ഇടണമായിരുന്നു. അതായിരുന്നു ഞങ്ങളുടെ മെയിൻ. ഞങ്ങൾക്ക് ആദ്യത്തെ തന്നെ ഞങ്ങൾക്ക് ആദ്യമേ തന്നെ മേക്കപ്പിൻ്റെ ക്ലാസ്സസ് വരെ അവരെടുത്തിട്ടുണ്ട് ഞങ്ങളുടെ കോളേജിൽ. അപ്പം ഞാൻ ഈ കണ്ണ് എഴുതിയപ്പോൾ ഞാൻ പെട്ടെന്ന് അത് ഓർത്തു, അതുകൊണ്ട് പറഞ്ഞാണ്. നെക്സ്റ്റ് ഞാൻ ഉപയോഗിക്കുന്നത് ബ്ലഷാണ്. ഞാൻ ബ്ലഷും കൂടെ ഞാൻ ബ്ലഷ് ഇട്ട് കാണിക്കാം. ആണ് എൻ്റെ ബ്ലഷ്. ഞാൻ ഉപയോഗിക്കുന്നത് നിക്സിൻ്റെ ബട്ടർ മെൽറ്റ് ബ്ലഷാണ്. അപ്പോൾ ഞാൻ ബ്ലഷ് സാധാരണ നോർമലി ബ്ലഷ് ഇടുമ്പോൾ ഞാൻ സ്പഞ്ച് ഉപയോഗിക്കും. പക്ഷേ ഇപ്പോൾ എൻ്റെ സ്പഞ്ച് ഇപ്പോൾ അവിടെ ഇങ്ങനെ നോക്കിയിട്ട് കാണുന്നില്ല. സോ ഞാൻ ഇങ്ങനെ കൈ വെച്ച് ജസ്റ്റ് മുഖത്തിങ്ങനെ തേക്കുവാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അത്ര പ്രൊഫഷണൽ ഒന്നുമല്ല. അപ്പോൾ ഞാൻ ഈ ബ്ലഷ് ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് ഇങ്ങനെ കൊടുക്കും. ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒപ്പിയെടുക്കും. പക്ഷേ ഈ രീതി കറക്റ്റാണോ എന്ന് അറിയത്തില്ല. ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ കഴുത്തിലും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കും കേട്ടോ. കിറത്തിൽ എനിക്ക് അങ്ങനെ ഇടുന്നത് എന്തോ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അങ്ങനെ കഴുത്തിൽ ഇങ്ങനെ ജസ്റ്റായിട്ടൊന്ന് ഇട്ട് കൊടുക്കും. സോ അങ്ങനെ ബ്ലഷ് ഇട്ടു. ഇനി ഇതിൻ്റെയൊക്കെ ലാസ്റ്റ് ഞാൻ ചെയ്യുന്നതാണ് ലിപ്സ്റ്റിക്ക്. സോ ഞാൻ പറഞ്ഞില്ല, എൻ്റെ സിമ്പിളായിട്ടൊരു മേക്കപ്പ് ലുക്ക് വേണം. അപ്പം ഞാൻ ഇടുന്നതാണ് എൻ്റെ ലിപ്സ്റ്റിക്ക്. ഞാൻ ഉപയോഗിക്കുന്ന ലിപ്സ്റ്റിക്ക് എന്ന് വെച്ചാൽ ഫോറെവറിൻ്റെ ലിപ്സ്റ്റിക്കാണ് ഞാൻ ഇപ്പോൾ ഇടുന്നത്. എൻ്റെ വേറെ കുറേ ലിപ്സ്റ്റിക് ഉണ്ട്. ഞാൻ ലിപ്സ്റ്റിക് ഭ്രാന്തിയാണ്. ഞാൻ കുറേ ലിപ്സ്റ്റിക് കളക്ഷൻസും ഏകദേശം ഈ ഇതിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഫോറെവറിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഷെയ്ഡ് ഏതാണെന്ന് ഇതിൽ പറയുന്നില്ല. എന്തോ വെൽവെറ്റ് പിഗ്മെൻ്റ് എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഷെയ്ഡ്
500 റെയ്സിൻ എന്നാണ് ഇതിൻ്റെ ഷെയ്ഡിൻ്റെ പേര്. സോ ഞാനിപ്പം അത് ലിപ്സ്റ്റിക്ക് ഇടുവാണ്. ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ നമ്മുടെ മുഖത്ത് ഇപ്പം നമ്മൾ കുറച്ച് പ്രോഡക്റ്റ്സ് ഉപയോഗിച്ചില്ലേ, അപ്പം നമ്മൾ ലിപ്സ്റ്റിക്കും കൂടെ ഇടുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ബ്രൈറ്റ്നെസ് ഫീൽ ചെയ്യും. അപ്പം ഞാൻ ലിപ്സ്റ്റിക്കും കൂടെ ഇടാം. അപ്പം ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ടു. നമ്മുടെ മേക്കപ്പിൽ ഇപ്പോൾ ഏകദേശം ഫേസിലെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞു. ഞാൻ കമ്മലും മുടിയും കൂടെയൊക്കെ ഇട്ടിട്ട് ഫുള്ളായിട്ട് കാണിക്കാം എങ്ങനെ ഉണ്ടെന്നേ. സോ ഇതാണ് എൻ്റെ മേക്കപ്പ് ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഞാനിങ്ങനെ ഞാൻ ഒരു കമ്മലും ഇട്ടു, പിന്നെ മുടി ജസ്റ്റ് ഒന്ന് അഴിച്ചിട്ടു. എനിക്ക് സത്യം പറഞ്ഞാൽ മുടി എപ്പോഴും ഭയങ്കര കെട്ടാൻ അറിയത്തില്ല. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഞാൻ വെട്ടമൊന്നും ഇട്ടിട്ടില്ല. ഇതൊരു നാച്ചുറൽ ലൈറ്റിൻ്റെ ഇതിലാണ് ഞാൻ എടുത്തേക്കുന്നത്. ഞാൻ വെട്ടം ഇട്ട് കഴിഞ്ഞിട്ടുള്ള ലുക്കും കൂടെ കാണിച്ചു തരാം കേട്ടോ. ലൈറ്റ് ഇട്ടിട്ട്, കാരണം ഇവിടെ നിന്ന് ലൈറ്റ് ഇട്ടിട്ട് എന്തോ ഷെയ്ഡ് പോലെ വരുന്നു. അപ്പം ഞാൻ വെട്ടവും കൂടി ഇട്ടിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാലോ. സോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഷെയർ, ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നോടം വരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.